പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് കാലമൊന്നും വീണ്ടും കുത്തിയിരുന്ന് പഠിക്കാതെ തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്ന ജോലി സാധ്യത വളരെയധികമുള്ള നാട്ടിലും വിദേശത്തുമൊക്കെ ഓപ്പർച്യൂണിറ്റിയും വാല്യൂവുമുള്ള ഒരു നല്ല കോഴ്സാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീഡിയോയിൽ അങ്ങനെയുള്ള ഒരു അടിപൊളി കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഭൂരിഭാഗം സയൻസ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നതിൽ ഒന്ന് എഞ്ചിനീയറിംഗ് എന്നായിരിക്കും. അതുപോലെ കൊമേഴ്സ് സ്റ്റുഡൻസിന് അത് അക്കൗണ്ടിംഗ് ജോബും ആയിരിക്കും. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയർ ആകണമെങ്കിൽ ബിടെക് ആണ് വഴി എന്ന് സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കൊമേഴ്സുകാർക്ക് വരെ അറിയാം. പക്ഷേ ഒരു അക്കൗണ്ടിംഗ് പ്രൊഫഷനിലേക്ക് എത്തണമെങ്കിൽ എന്താണ് വഴി? പലതരം ഉത്തരങ്ങൾ ഈ ചോദ്യത്തിന് വിദ്യാർത്ഥികളിൽ നിന്ന് കേൾക്കാൻ പറ്റും. CA, CMA തുടങ്ങിയ കോഴ്സുകൾ എടുക്കാം എന്നായിരിക്കും അതിൽ ഒന്ന്. ചാർട്ടേഡ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഒക്കെ 3-5 വർഷം നീണ്ടു നിൽക്കുന്ന 20ഓളം പരീക്ഷകളുള്ള അത്യാവശ്യം ടഫായ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകളാണ്. പക്ഷേ ഇത്ര നീണ്ട ഒരു കാലയളവ് ഇനിയും പഠിക്കാനായി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ ഒരു ആവറേജ് അക്കാഡമിക് പെർഫോമൻസ് ഉള്ള ആളാണ് ഞാൻ, CA ഒന്നും നോക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളവർക്കൊക്കെ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞ് ഒരു കോമേഴ്സ് ഡിഗ്രി എടുക്കുക അല്ലേ? പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു കൊമേഴ്സ് ഡിഗ്രി മാത്രം വെച്ച് നമുക്കൊരു അക്കൗണ്ടന്റ് ജോലി കിട്ടുക എന്നത് ഇന്നത്തെ കാലത്ത് എളുപ്പമുള്ള പരിപാടിയല്ല. അഥവാ അങ്ങനെ കിട്ടിയാലും സാലറിയുടെയൊക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ ഡിഗ്രിയുടെ കൂടെ ചില കമ്പ്യൂട്ടർ കോഴ്സുകളും സർട്ടിഫിക്കേഷൻ കോഴ്സുകളും കൂടി ചെയ്യാറുള്ളത്. പക്ഷേ പലരും തിരിച്ചറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ കോഴ്സുകളുടെ സർട്ടിഫിക്കേഷന് പ്രമുഖ റിക്രൂട്ടേഴ്സിൻ്റെ ഇടയിൽ യാതൊരു വാല്യൂവും ഉണ്ടാവാറില്ല. ഉദാഹരണത്തിന് അക്കൗണ്ടിംഗ് കോഴ്സ് ഓഫർ ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആ ലോക്കൽ സ്ഥാപനം തന്നെയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നാട്ടിൽ നിന്നും ചില കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് വിദേശത്ത് പോയി അവിടെ നടന്ന ഇന്റർവ്യൂവിൽ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരമില്ല എന്നറിയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എംബസി അറ്റസ്റ്റേഷൻ ഇല്ലാത്തതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും കോഴ്സുകളുടെ പ്രശ്നമല്ല, മറിച്ച് ആരാണ് ഈ കോഴ്സ് നടത്തുന്നത്, ഏത് സ്ഥാപനമാണ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അവിടെയാണ് വെറും 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ CAT എന്ന കോഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ത്യൻ പാർലമെന്റിന്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ. ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ്, GST, കസ്റ്റംസ് ഓഡിറ്റ് എല്ലാം ചെയ്യാൻ സൈനിങ് അതോറിറ്റിയുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആവാനുള്ള കോഴ്സായ CMA നടത്തുന്ന ICAI തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ CAT സർട്ടിഫിക്കേഷനും നടത്തുന്നത്. ഇതുകൂടാതെ CAT കോഴ്സിന് ഇനിയുമുണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ്. CATനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് ഇതിൽ സംസാരിക്കാം. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് CMA ഇൻസ്റ്റിറ്റ്യൂട്ടായ കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ്. 100% ക്വാളിറ്റി അഷ്വേർഡ് CMA CAT കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ധൈര്യമായി ICAIയുടെ ROCC സെന്റർ കൂടിയായ കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷനെ ആശ്രയിക്കാം. ഓൺലൈനായും ഓഫ്ലൈനായും കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ CAT കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഞാൻ CAT കോഴ്സ് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് CAT കോഴ്സിനും മാത്രമുള്ള ചില പ്രത്യേകതകൾ. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് അതെന്ന്. ഒന്നാമത്തെ പ്രത്യേകത, ഇതൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സാണ് എന്നതാണ്. ഇന്ത്യയിൽ ICAI എന്നതുപോലെ UKയിൽ ACCA ആണ് ഈ കോഴ്സ് നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്നും പഠിച്ച ഒരു കോഴ്സിന് എംബസി അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിലേ വിദേശത്ത് പലപ്പോഴും വാല്യൂ ഉണ്ടാവാറുള്ളൂ. CAT സർട്ടിഫിക്കേഷൻ എംബസി അറ്റസ്റ്റേഷൻ ലഭിക്കുന്ന കോഴ്സാണ്. ഇനി ഒരു അക്കൗണ്ടിംഗ് എക്സ്പേർട്ടിന് കീഴിലുള്ള 45 ദിവസത്തെ ഇന്റേൺഷിപ്പ് CATന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങളുടെ ജോബ് പ്ലേസ്മെന്റുകളിൽ ഇന്റേൺഷിപ്പിന്റെ മുൻതൂക്കം നിങ്ങൾക്ക് ലഭിക്കുന്നു. ടാലി, MS ഓഫീസ് തുടങ്ങിയ കോഴ്സുകൾ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതിനു പകരം ഒറ്റ കോഴ്സിൽ ഇവയെല്ലാം പഠിക്കാൻ സാധിക്കുന്നു. CAT കോഴ്സിന്റെ പാർട്ട് 1 എൻട്രി ലെവൽ ക്ലിയർ ചെയ്യുന്നതോടെ ICAIയുടെ റെപ്യൂട്ടഡ് കോഴ്സായ നേരത്തെ പറഞ്ഞ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ കോഴ്സിന്റെ ഫൗണ്ടേഷൻ ലെവൽ അപ്പിയർ ചെയ്യാതെ തന്നെ ഡയറക്റ്റായി അതിന്റെ സെക്കൻഡ് സ്റ്റേജായ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. പെട്ടെന്നൊരു ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 6 മാസത്തെ CAT കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടിംഗ് അസിസ്റ്റന്റ്, ഓഡിറ്റിംഗ് ക്ലർക്ക്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിൽ ജോലിക്കുള്ള യോഗ്യതയും ആകുന്നു.
2020 ICMIയുടെ CAT സ്റ്റുഡൻസിനുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകിയത് വിപ്രോ ആണ്. വിപ്രോ പോലൊരു മൾട്ടിനാഷണൽ കമ്പനി ജോബ് പ്ലേസ്മെന്റ് നൽകാൻ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോഴ്സിന്റെ വാല്യൂ എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാമല്ലോ. CAT കോഴ്സിന് ചേരാൻ നിങ്ങൾക്ക് +2 പാസ്സായാൽ മാത്രം മതി. +2 കൊമേഴ്സ് ആകാം, സയൻസ് ആകാം, ഹ്യൂമാനിറ്റീസ് ആകാം. +2 പാസ് എന്നതാണ് യോഗ്യത എന്നതുകൊണ്ട് ഡിഗ്രിയും ഏതുമാകാം. BCom തന്നെ വേണമെന്നില്ല. 6 മാസമാണ് ഡ്യൂറേഷൻ. ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ഇത് പഠിക്കാനുമാവും. CATന്റെ സിലബസ്, എക്സാം എന്നിവയെല്ലാം നമുക്കൊന്ന് നോക്കാം. 3 സ്റ്റേജുകളായാണ് CAT കോഴ്സ് പൂർത്തിയാക്കേണ്ടത്. ഒന്നാമത്തേത് എൻട്രി ലെവൽ, രണ്ടാമത്തേത് കോമ്പിറ്റൻസി ലെവൽ, മൂന്നാമത്തേത് ഒരു ഇന്റേൺഷിപ്പ്. പാർട്ട് 1 എൻട്രി ലെവൽ, ഫൗണ്ടേഷൻ കോഴ്സ് എന്നുകൂടെ ഈ ലെവൽ അറിയപ്പെടുന്നു. എൻട്രി ലെവലിൽ 4 പേപ്പറുകളാണ് പഠിക്കാനുള്ളത്. പേപ്പർ 1 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. +2 കൊമേഴ്സിൽ പഠിക്കുന്ന അക്കൗണ്ടൻസിയുടെ കുറച്ചുകൂടെ വിശദമായ പഠനവും അക്കൗണ്ടിങ്ങിൽ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഈ പേപ്പറിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. പേപ്പർ 2 അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ്. ബിസിനസ് തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പേപ്പർ 2 വേജസ് ആക്ട്, ബോണസ് ആക്ട്, കോൺട്രാക്ട് ആക്ട് തുടങ്ങി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏതൊരു എംപ്ലോയിയും അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു. പേപ്പർ 3 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2. പേപ്പർ 1ന്റെ തുടർച്ചയെന്നോണം അക്കൗണ്ടിങ്ങിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈ പേപ്പറിൽ വരും. പിന്നെ പേപ്പർ 4 സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻറ്റ്സ്, ഇൻകം ടാക്സ്, GST തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പേപ്പർ 4ൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ താരതമ്യേന എളുപ്പമാണ്. പാർട്ട് 2 നോക്കാം നമുക്ക്. കോമ്പിറ്റൻസി ലെവൽ എന്നറിയപ്പെടുന്ന പാർട്ട് 2ൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും കൂടുതലും. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. ഇതിൽ നിങ്ങൾ ടാലി, MS ഓഫീസ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുകയും പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലൂടെ എക്സ്പേർട്ട് ആവാൻ സാധിക്കുകയും ചെയ്യുന്നു. അടുത്തത് SAP എൻഡ് യൂസർ പ്രോഗ്രാം. SAP എന്നത് ഹൈ ഡിമാൻഡുള്ള ഒരു ബിസിനസ് ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, കേംബ്രിഡ്ജ് ജനറിക് സ്കിൽ ഫോർ എംപ്ലോയബിലിറ്റി. ദെൻ ഫയലിംഗ് ബൈ എക്സ്പേർട്സ് ഫ്രം ഇൻഡസ്ട്രി. ഇൻകം ടാക്സ്, GST തുടങ്ങിയവയുടെ ഫയലിംഗ്, റിട്ടേൺസ് എന്നിവയെ പറ്റി പഠിക്കുന്നതാണ് ഇത്. പിന്നെ ഉള്ളത് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് കഴിഞ്ഞാൽ ഒരു 5 ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാം. പാർട്ട് 2 ലെവലിലെ എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക ICAIയുടെ അംഗീകൃത ROCC സെന്റർ മുഖേനയോ അല്ലെങ്കിൽ ICAIയുടെ ചാപ്റ്റേഴ്സ് മുഖേനയോ മാത്രമാണ്. 3rd സ്റ്റേജ് എന്നത് 45 ഡേയ്സ് ഇന്റേൺഷിപ്പ് ആണ്. ഏതൊരു ഇന്റർവ്യൂവിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്നിവ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നറിയാലോ. CAT കോഴ്സിൽ നിങ്ങൾക്കായി 45 ദിവസത്തെ ഇന്റേൺഷിപ്പ് കൂടി ഉണ്ട്. ഇത് ചെയ്യേണ്ടത് ICAI നിർദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പ്രൊഫഷണലുകളുടെ കീഴിൽ നിന്നുകൊണ്ടാണ്. ഇതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്, അവരുടെ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ ഇവയെല്ലാം ഉണ്ട്. ഇന്റേൺഷിപ്പിനായി വേണ്ട എല്ലാ കാര്യങ്ങളും കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഈ കോഴ്സ് പഠിക്കാൻ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, സ്ഥാപനത്തിന് ICAIയുടെ അംഗീകാരം ഉണ്ടോ എന്നതാണ്. ICAIയുടെ ROCC സെന്ററുകളാണ് ബെസ്റ്റ് ഓപ്ഷൻ. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ ICAIയുടെ അംഗീകൃത ROCC സെന്റർ ആണ്. അടുത്തത്, സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റി ടീമിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക എന്നതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് തുടങ്ങിയ എക്സ്പേർട്ടുകളും എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളും കോച്ചസ് ആയി വരുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അവിടെ നിന്നും കിട്ടുന്ന എക്സ്പോഷർ വളരെ വലുതായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് CAT കോഴ്സിന്റെ റെഗുലർ സിലബസിന്റെ കൂടെ നിങ്ങളുടെ അക്കൗണ്ടിംഗ് കരിയർ മികവുറ്റതാക്കാൻ ഒരുപാട് അഡീഷണൽ ട്രെയിനിങ്ങുകളും അവസരങ്ങളും നൽകുന്നു. MS ഓഫീസ് CAT കോഴ്സിന്റെ ഭാഗമാണെങ്കിലും കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് MS ഓഫീസ് Excel അഡ്വാൻസ്ഡ് ലെവൽ, MS ഓഫീസ് വേർഡ്, MS ഓഫീസ് പവർ പോയിന്റ് എന്നീ സോഫ്റ്റ്വെയർസും ക്വിക്ക് ബുക്ക് എന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറും ക്വിക്ക് ബുക്ക് GCC വാറ്റും ഇവയെല്ലാം കൂടെ നൽകുന്നു. ഇനി ഗൾഫിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, കോഴ്സിന്റെ ഭാഗമായ ടാലി വിത്ത് GSTയുടെ കൂടെ കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കരിയർ മേഖലയിൽ നിങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കാൻ വേണ്ടി ടാലി വിത്ത് GCC വാറ്റ് കൂടെ നൽകുന്നു. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷനിലെ CAT വിദ്യാർത്ഥികൾക്ക് GST ആൻഡ് ഇൻകം ടാക്സ് പ്രാക്ടിക്കലിൽ GST രജിസ്ട്രേഷൻ പ്രൊസീജിയർ, GST ഫയലിംഗ് പ്രൊസീജിയർ, e-way bill generation procedure, what is TDS, TDS rates, TDS returns due rates,
TDS ഫയലിംഗ് പ്രൊസീജിയർ, ഇൻകം ടാക്സ് റിട്ടേൺ ഫോം, ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് ITR ഫോം തുടങ്ങി ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായി കാറ്റ് ലിസ്റ്റിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. കാറ്റ് ലിസ്റ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ എക്സ്പോഷറും കിട്ടും. എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റ് ലിസ്റ്റിലെ അധ്യാപകർ ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസും ഒക്കെയാണ്. അവരുടെ ക്ലയൻസിന് വേണ്ടി ഇത്തരം സേവനങ്ങൾ നൽകുമ്പോൾ അതിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ കാറ്റ് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിയുന്ന ഒരാൾക്ക് വിവിധ തരം സ്ഥാപനങ്ങളിൽ അവസരം ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം, കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ടാവാം, ഓട്ടോമൊബൈൽ ഷോറൂംസ് ഉണ്ടാവാം, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, അങ്ങനെ ഒരുപാട് സാധ്യതകളാണ്. ഇവിടെയെല്ലാം അക്കൗണ്ടൻസിന് ഡിമാൻഡ് തന്നെയാണ്. എഡ്യൂക്കേഷൻ മേഖലയിലെ അക്കൗണ്ട് മാനേജ്മെന്റ് പോലെ ആവില്ല ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ അക്കൗണ്ട് മാനേജ്മെന്റ്. വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലേ? അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചിട്ടുള്ള അക്കൗണ്ടന്റിന്റെ വാല്യൂ ഒന്ന് വേറെ തന്നെ ആയിരിക്കും. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷനിൽ നിന്നും കാറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് സ്കൂൾസ്, കോളേജസ് ഓർ പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സ്, കൺസ്ട്രക്ഷൻ കമ്പനി, വെഹിക്കിൾ ഡീലേഴ്സ്, മെഡിക്കൽ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ഷോപ്സ്, ജ്വല്ലറി, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ഷോപ്പ്, അതർ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്നിവയുടെ ഒക്കെ ബുക്സ് അക്കൗണ്ട്സ് മെയിൻറ്റെയിനിങ്ങിൽ ട്രെയിനിങ് ലഭിക്കുന്നു. അതായത് കാറ്റിസ്റ്റിൽ നിന്ന് കാറ്റ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഏത് മേഖലയിലെ അക്കൗണ്ടിങ് ആയാലും അതിൽ നല്ല ഗ്രിപ്പും ഹോൾഡും ഉണ്ടായിരിക്കും. കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നതിന് മുൻപ് ഇൻ്റർവ്യൂ എന്നൊരു സംഭവം എന്തായാലും ഉണ്ടാവുമല്ലോ. അതൊരു ക്രൂഷ്യൽ സ്റ്റെപ്പ് തന്നെയാണ്. ആ ജോലിക്ക് അപ്ലൈ ചെയ്യാനായി അയക്കേണ്ട മെയിൽ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നത് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റേജിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബോഡി ലാംഗ്വേജ് ട്രെയിനിങ്, റെസ്യൂമെ പ്രിപ്പറേഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെ ഒരു റിക്രൂട്ടറിന് മുൻപിലേക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് കാൻഡിഡേറ്റ് ആക്കി സ്വയം അവതരിപ്പിക്കാൻ പാകത്തിലുള്ള നിങ്ങളെ സഹായിക്കുന്ന സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കാറ്റലിസ്റ്റിൻ്റെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുന്ന ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. കേംബ്രിഡ്ജ് ജനറിക് സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി, ഗ്രൂമിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ലേൺ എറ്റിക്യൂട്ട്സ് ആൻഡ് ഇംപ്രൂവ് പേഴ്സണാലിറ്റി, എക്സ്പ്രസ് ഐഡിയ ഫ്രീലി ആൻഡ് എലക്ഷൻലി, body language, appearance and gesture, biodata preparation, how to face interview, self-introduction, telephone etiquettes, etc. അക്കൗണ്ടൻസിന് നമ്മുടെ നാട്ടിലും പുറത്തും എപ്പോഴും ഡിമാൻഡ് തന്നെയാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ കഴിവുള്ളവർക്കാണ് ഏതു മേഖലയിൽ എന്ന പോലെ ഇവിടെയും മുൻഗണന. സർട്ടിഫൈഡ് ആയ വാല്യൂ ഉള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും ഇതേപോലെ തന്നെ ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ കാറ്റ് കഴിഞ്ഞ ഒരാൾക്ക് അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലിക്കായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല കാറ്റ് കോഴ്സിന് വേണ്ടി നിങ്ങൾ കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പ്ലേസ്മെന്റ് സെൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കുന്നു. അപ്പോൾ അക്കൗണ്ടിംഗ് മേഖലയിൽ ഒരു അടിപൊളി കരിയർ 6 മാസം കൊണ്ട് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കാറ്റ് കോഴ്സ് നിങ്ങൾക്ക് ധൈര്യമായി എടുക്കാം. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ടാഗ് ലൈൻ കൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. പഠനം നല്ലതുകൊണ്ട് അവസാനിപ്പിക്കൂ.